അപ്പൊ ഇൽമ പഠിക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഇഖ്ലാസ് ഉണ്ടാവും. എന്തിനാ ഇൽമ പഠിക്കേണ്ടത്? അള്ളാഹുവിന്റെ ദീന് എനിക്ക് പഠിക്കണം, അത് ഞാൻ എന്ത് ചെയ്യണം? ജനങ്ങൾക്കിടയിൽ പ്രചരിപ്പിക്കണം. ഇന്ന് ഈ നീയത്തോടു കൂടി ആരെങ്കിലും പഠിക്കാൻ പോയി കഴിഞ്ഞാലും അവിടെ നീയത്തിന് എന്ത് ചെയ്യാണ്? നശിപ്പിക്കുകയാണ്. ചിലപ്പോൾ പഠിക്കാൻ പോകുമ്പോൾ ചിലപ്പോൾ ചില സംഘടനകളുടെ കോളേജുകളിൽ കാണാൻ സാധിക്കും, പഠിക്കാൻ പോകുന്ന ഇഖ്ലാസോടുകൂടിയൊക്കെ ആയിരിക്കും പഠിക്കാൻ പോകുന്നത്. അവിടെ ചിലപ്പോൾ മാഷന്മാർ പറഞ്ഞു കൊടുക്കും, പരീക്ഷ ഇതിന് സുലഭ ഡിഗ്രി കിട്ടിയില്ലെങ്കിൽ അവസാനം അടുത്ത ഡിഗ്രിക്ക് പഠിക്കാൻ കഴിയില്ല, അല്ലെങ്കിൽ ജോലി കിട്ടൂല. ചിലപ്പോൾ ഇഖ്ലാസോടുകൂടി ആയിരിക്കും അവൻ പഠിക്കാൻ പോകുന്നത്. അവിടെ കോളേജിൽ കയറി ഒരു 2 വർഷം കഴിയുമ്പോൾ അവന്റെ നീയത്തത്ര എങ്ങനെയെങ്കിലും എക്സാം എഴുതണം, പാസ്സാവണം, ഏതെങ്കിലും ജോലി എവിടെയെങ്കിലും അറബി സാറായിട്ട് കയറണം. എന്റെ നാട്ടിലുള്ള ഒരു നല്ലൊരു സുഹൃത്ത്, ഒരു യുവാവ് അല്ലെ ഇഖ്ലാസോടുകൂടി പഠിക്കാൻ പോയി, പഠിക്കാൻ നല്ല ബുദ്ധിയുള്ള ചെക്കൻ. ഇപ്പോൾ UP സ്കൂളിൽ അറബി പഠിപ്പിക്കുക. ഇൽമ നാം പഠിക്കുന്നത് എന്തിനാ? UP സ്കൂളിൽ അറബി സാറാവാൻ വേണ്ടിയാണോ? സഹോദരങ്ങളെ ആലോചിച്ചു നോക്കി. 100 വർഷമായി മുജാഹിദ് പ്രസ്ഥാനം ഇവിടെ ദഅവത്ത് തുടങ്ങിയിട്ട്. 100 വർഷം. ഇപ്പൊ 100ാം സമ്മേളനത്തൊക്കെ അവർ നടത്തി. നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കി. നമ്മളിത് ചിന്തിക്കാൻ വേണ്ടി പറയുന്നതാണ്. ആരെയും വിമർശിച്ച് ഒരാളിനെ എന്തെങ്കിലും കുറ്റപ്പെടുത്തി എന്തെങ്കിലും ദുനിയവിയായി ഒന്നും നമുക്ക് നേടാനില്ല. ചിന്തിക്കാൻ വേണ്ടി പറയുന്നതാണ്. 100 വർഷമായി ദഅവത്ത് നടത്തി. എടുത്തു പറയാൻ പറയുന്ന എത്ര ആലിമീങ്ങളുണ്ട് മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ കൂട്ടത്തിൽ? എത്ര ആലിമീങ്ങളുണ്ട്? ശരിക്കും ആലിമീങ്ങൾ എന്ന് വിളിക്കാൻ പറ്റില്ല. ഷെയ്ഖ് മുഖ്ബർ റഹ്മത്തുള്ളാഹി തആല യമനിൽ ദഅവത്ത് തുടങ്ങിയിട്ട് ഇപ്പോൾ എത്ര വർഷവും? ആ ദഅവത്ത് അവിടെ തുടങ്ങി 1970കളിലാണ് അവിടെ തുടങ്ങുന്നത് ദഅവത്ത്. ഇപ്പോൾ 2024 ഏകദേശം 50 വർഷം. അതായത് മുജാഹിദ് പ്രസ്ഥാനം കേരളത്തിൽ ദഅവത്ത് തുടങ്ങിയ പകുതി വർഷമേ ആയുള്ളൂ. എവിടെ ദഅവത്ത് തുടങ്ങിയിട്ട്? യമനിൽ. ഇനി യമനിൽ കേരളത്തിന്റെ അവസ്ഥയേക്കാൾ കഷ്ടമായിരുന്നു. കാരണം കേരളത്തിൽ പിന്നെ കുറച്ചെങ്കിലും ഒരു ബുദ്ധിയും ഓരോക്കെ ഉള്ള ആൾക്കാരാണ്. അവിടെ ഒന്ന് പറഞ്ഞ രണ്ടിനെന്താണ്? തോക്കാണ്, ഇല്ലെങ്കിൽ വെടിയും വെട്ടുമാണ്. അവിടെ അത്രത്തോളം ഷിയാക്കളാണ്. ആരല്ല? സൂഫികളല്ല, ഷിയാക്കളാണ് ഈ ദഅവത്ത് നടക്കുന്നത്. ഷിയാക്കൾ എന്ന് പറഞ്ഞാൽ അറിയാലോ, ഹാഫിളീങ്ങൾ വളരെ നികൃഷ്ടരാണ്, കണ്ണിച്ചോറയില്ലാത്ത ആളുകളാണ് സുന്നികളോട്. സുന്നി എന്ന് പറഞ്ഞാൽ ഏത് സുന്നി ആയാലും ശരി, അവർക്ക് പിന്നെ സംഘടനയൊന്നുമില്ല. ഏത് സുന്നി ആയാലും അവനെ എങ്ങനെയെങ്കിലും നീ കൊല്ലാൻ പറ്റുമെങ്കിൽ കൊല്ലുക എന്നാണ് അവർ പറയുന്നത്. അത്രത്തോളം നികൃഷ്ടരാണ് സുന്നികളോട്. അവർക്കിടയിലാണ് ഷെയ്ഖ് മുഹമ്മദ് ദഅവത്ത് തുടങ്ങിയത്. ഇപ്പൊ ആയിരക്കണക്കിന് പണ്ഡിതന്മാരുണ്ട് യമനിൽ. ആയിരക്കണക്കിന് കിതാബുകൾ അവർ രചിച്ചിട്ടുണ്ട്. ആയിരക്കണക്കിന് കിതാബുകൾ, ആയിരക്കണക്കിന് വിദ്യാർത്ഥികൾ, ഖുർആൻ ഹിഫ്ളാക്കിയ വിദ്യാർത്ഥികൾ, ബുഖാരി ഹിഫ്ളാക്കിയ വിദ്യാർത്ഥികൾ, മുസ്ലിം ഹിഫ്ളാക്കിയ വിദ്യാർത്ഥികൾ, അതുപോലെ തന്നെ ബുലൂഗുൽ മറാഖിം, റിയാദു സ്വാലിഹീൻ, സഹീഹിന്റെ കിതാബ്, ഹദീസിന്റെ കിതാബുകൾ ഹിഫ്ളാക്കിയ ധാരാളം വിദ്യാർത്ഥികളെ നമുക്ക് കാണാൻ സാധിക്കും. 50 വർഷം മുജാഹിദ് ദഅവത്ത് തുടങ്ങിയ പകുതി വർഷമേ ആകും. എന്തുകൊണ്ട് അവർ ഇൽമിന് പ്രാധാന്യം, തമയ്യൂസിന് പ്രാധാന്യം നൽകി, ഇൽമ എടുക്കുന്ന വിഷയത്തിന് പ്രാധാന്യം നൽകി. ഇന്ന് ഞാൻ ചോദിക്കട്ടെ, ആത്മാർത്ഥമായി ചോദിക്കണം, നിങ്ങൾക്ക് അറിയുമോ കേരളത്തിൽ സലഫി ദഅവത്തിന്റെ വക്താക്കളായി നടക്കുന്ന നേതാക്കന്മാർ ഖുർആൻ ഹിഫ്ളാക്കിയ ഒരാളിനെ നമുക്ക് കാണിച്ചാൽ സാധിക്കുമോ? ചിലപ്പോൾ ഒന്ന് കിട്ടിയാൽ കിട്ടി, നമുക്കാരെ അറിയില്ല. ഇനി നിങ്ങളെ പരിചയത്തിലുള്ള ഇതിന് 1 2 കിട്ടും. ബുഖാരി ഹിഫ്ളാക്കിയ ഒരാളിനെ കിട്ടൂലെന്ന് എനിക്ക് ഉറപ്പാണ്. ബുഖാരി ഹിഫ്ളാക്കിയ എന്റെ മശായിഖ്മാർ ഷെയ്ഖ് അദ്നാൻ അൽ-മസ്കരി ബുഖാരി മുസ്ലിം ഹിഫ്ളാക്കിയ ആളാണ്. 40 വയസ്സ് തമ്മിലുള്ള, ചിലപ്പോൾ അതിനേക്കാളും പ്രായമുള്ള ആളുകളുടെ പണ്ഡിതരായി നടക്കുന്നുണ്ടാവും. ഷെയ്ഖ് അബൂ അംർ ബുഖാരി മുസ്ലിം ഹിഫ്ളാക്കിയ ആളാണ്. അങ്ങനെ ഒരുപാട് ആൾക്കാരുടെ പേര് എനിക്ക് പറയാൻ സാധിക്കും. യൂസുഫ് അശ്ശറബി, ഒരുപാട് ആളുകൾ ബുഖാരിയും മുസ്ലിമും ഹിഫ്ളാക്കിയ ആളുകൾ ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും. ഒരൊറ്റ ആളിനെ, അത് സലഫികളെന്ന് പറഞ്ഞെടുക്കുന്ന ആൾക്കാരല്ല, ഇൽമിന്റെ വലിയ കിതാബിന്റെ ആൾക്കാരെന്ന് പറഞ്ഞെടുക്കുന്ന സൂഫിയാക്കൾ എടുത്തു കഴിഞ്ഞാൽ ഒരു ബുഖാരി ഹിഫ്ളാക്കിയ ആളിനെ കാണാൻ സാധിക്കും. 40 നബി ഹിഫ്ളാക്കിയ ആളുകളും കാണാൻ സാധിക്കില്ല. പിന്നെയാണ് ബുഖാരി മുസ്ലിം പോലുള്ള വലിയ വലിയ ഗ്രന്ഥങ്ങൾ ഹിഫ്ളാക്കിയ നമുക്കത് അത്ഭുതമായിരിക്കും. അവിടുത്തെ കൊച്ചു കുഞ്ഞുങ്ങൾ വരെ ഖുർആൻ ഹിഫ്ളാക്കി കഴിഞ്ഞ് അടുത്ത റിയാദു സ്വാലിഹീൻ, ബുലൂഗുൽ മറാം ഹിഫ്ളാക്കി നമുക്ക് കാണാൻ സാധിക്കും. ഇപ്പോൾ സഹോദരങ്ങളെ, സലഫി ദഅവത്തിന്റെ രണ്ടാമത്തെ പ്രത്യേകത നാം പറഞ്ഞത്, അത് ഇൽമ എടുക്കുന്ന കാര്യത്തിൽ അവർ അങ്ങേയറ്റം സൂക്ഷ്മത പ്രവർത്തിക്കും. ആരിൽ നിന്നാണ് എടുക്കുന്നവർ ശ്രദ്ധിക്കും. അതുപോലെ തന്നെ സാന്ദർഭികമായ മറ്റൊരു കാര്യം ഉണർത്തി, അവർ ഇൽമ പഠിക്കുന്ന അള്ളാഹുവിന്റെ വജ് ഉദ്ദേശിച്ചുകൊണ്ടായിരിക്കും. ഏതെങ്കിലും ഡിഗ്രി സർട്ടിഫിക്കറ്റ് നേടാൻ വേണ്ടിയോ, ഏതെങ്കിലും സ്കൂളിൽ സാറാവാൻ വേണ്ടിയോ, ഏതെങ്കിലും ഗവൺമെന്റ് ഉദ്യോഗസ്ഥൻ. ഇന്ന് നിങ്ങൾ ആത്മാർത്ഥമായി ചിന്തിച്ചു നോക്കുക, സലഫി പണ്ഡിതന്മാർ എന്ന് പറയുന്ന ആളുകൾ തന്നെ അധികം പേരും പാർട്ട് ടൈം പണ്ഡിതന്മാരായിരിക്കും. ഗവൺമെന്റ് ഉദ്യോഗസ്ഥർ, ഇല്ലെങ്കിൽ പല ഉദ്യോഗസ്ഥർ, സാറന്മാരായിരിക്കും പല ആൾക്കാരും. ഇത് പാർട്ട് ടൈം ആയിട്ട് എന്ത് ചെയ്യാൻ ദഅവത്തെടുക്കുന്ന ആളുകളാണ്. ഇതൊന്നും അഹ്ലുസുന്നത്തിന്റെ മശായിഖ്മാർക്കിടയിൽ കാണാൻ സാധിക്കൂല. അങ്ങനെ ജോലി ചെയ്യുന്ന ഹറാമാണ് എന്നല്ല നമ്മൾ പറയുന്നത്. പക്ഷെ ഒരാൾ ഇൽമിന് കൊടുക്കുന്ന പ്രാധാന്യത്തിനാണ് അവിടെ സൂചിപ്പിക്കുന്നത്, ഇൽമിന് കൊടുക്കുന്ന പ്രാധാന്യത്തിന്. ഇപ്പൊ രണ്ടാമത്തത് നമ്മൾ പറഞ്ഞത്, ഇൽമി എടുക്കുന്ന കാര്യത്തിൽ സൂക്ഷ്മത, അത് വിഷയം മാറിപ്പോരുത്. അപ്പൊ അതിൽ നമ്മൾ ആ 2 പോയിന്റുകൾ, ഒന്ന് ഇൽമിനോട് മഹബത്തുള്ളവരായിരിക്കും, 2 ഇൽമ സ്വീകരിക്കുന്നത് അവർ അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ ആളുകളിൽ നിന്ന് മാത്രമായിരിക്കും. അതിനിടയിൽ സാന്ദർഭികമായിട്ട് നമ്മൾ ഇഖ്ലാസിന്റെ കാര്യത്തിൽ ഉണർത്തി എന്ന് മാത്രമേ ഉള്ളൂ. وذكر فإن الذكرى تنفع المؤمنين وذكر فإن الذكرى تنفع المؤمنين